ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു കിഡിലെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ഒറോട്ടീൻ്റെ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി, ഒരു കോംബോ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റും ഒറോട്ടിയും. നമ്മൾ ചിക്കൻ കറിയുടെയും പിന്നെ ബീഫ് കറിയുടെയും ഇപ്പം മുട്ടക്കറി ഏത് കറീൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാം, നമ്മുടെ ഈ ഒറോട്ടി കഴിക്കാം. പക്ഷേ ചെമ്മീൻ റോസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അത്ര അടിപൊളി കോമ്പിനേഷനാണ് നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റും ഒറോട്ടി. ഇത് ഒറോട്ടി പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒറോട്ടി എന്നും പറയും, കൈപ്പത്തിരി എന്നും പറയും. അപ്പോൾ പല കറികളുടെ കൂടെയും കഴിക്കാം. പക്ഷേ ഈ ചെമ്മീൻ കറി ഒരു രക്ഷയില്ല, അത്ര പൊള്ളി ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ കൈപ്പത്തിരി, അതായത് ഒറോട്ടി ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഒരു 2 ചെറിയ സവാളയാണ് എടുത്തേക്കണത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഞാനൊരു 3-4 ചോള വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ആ പച്ച മണമൊക്കെ ഒന്ന് മാറി ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നാലേ നമ്മുടെ ഈ റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓരോ കറി വെക്കുമ്പോഴും സവാള ആയാലും ഉള്ളി ആയാലും വഴറ്റണതിന് ഓരോ രീതിയുണ്ട്. അപ്പം ഇത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് കളറൊന്ന് മാറി വരണം, എന്നാലേ ഈ റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കണ്ടേ, ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണ്ട്. ഓക്കെ, ഈ തക്കാളി ഒന്ന് വേകാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കിയാലോ. തക്കാളിയൊക്കെ എന്താ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകും. നമുക്ക് തീ കുറച്ചിട്ട് വേണം നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ 1 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഞാനിവിടെ പെരിഞ്ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ഈ റോസ്റ്റിന്, ചെമ്മീൻ റോസ്റ്റിന്. കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. മസാലയൊക്കെ നല്ല മൂത്ത മണം വരുന്ന വരെ നമുക്ക് ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ വൃത്തിയാക്കി വെച്ചേക്കണ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മതി, നമ്മുടെ ചെമ്മീനൊന്ന് വേകാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ചെമ്മീൻ ഒരുപാട് നേരം ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വേകും. കൂടുതൽ വെന്ത് വരുമ്പോൾ റബ്ബർ പോലെയാവും. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് ആ ചെമ്മീനൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ടേ. തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. ആ ജീരകത്തിൻ്റെ പെരിഞ്ജീരകം ഇട്ടിട്ട്, പെരിഞ്ജീരകത്തിൻ്റെ പൊടി നമ്മൾ റോസ്റ്റ് ചെയ്യണയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചേർക്കാനുള്ളത് നമ്മുടെ മെയിനായിട്ടുള്ള സാധനമുള്ളത് തേങ്ങാപ്പാൽ.
അത് നല്ല ഇതിൻ്റെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ പിന്നെ ഒരു രക്ഷയില്ല. ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് ഞാൻ മറന്നുപോയതാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, ഈ സാധനം തന്നെയാണ് നമ്മുടെ ഓട്ടുപുളി. അതൊരു 2 കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഓട്ടുപുളിയും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണത്. നമ്മുടെ നാടൻ റോസ്റ്റ് ആയതുകൊണ്ടിട്ട് ഓട്ടുപുളി ഇടാണ്ട് പറ്റൂല. ഒന്നുകൂടി നമുക്ക് മൂടി വെക്കാം. അപ്പം നമ്മുടെ പൊള്ളി ടേസ്റ്റായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇരിക്കും തോറും ഒന്നുകൂടെ കുറുകി വരും ചാറൊക്കെ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് കോമ്പിനേഷനായിട്ടുള്ള എന്താണെന്ന് അറിയോ? പൊറോട്ടിയാണ്. അപ്പോൾ പൊറോട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം അതും കൂടെ കണ്ടിട്ട് വരാം കേട്ടോ. ആദ്യം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലതുപോലെ വെട്ടി തിളക്കട്ടെ. നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പത്തിരിപ്പൊടിയാണ് കേട്ടോ അത്. നമ്മളിവിടെ ഒരു 4 കപ്പ് പൊടിയാണ് ഇട്ടേക്കണത്. ഇതിനകത്തേക്ക് ഞാൻ ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കട്ടെ. ഒരു 3-4 ചെറിയുള്ളിയാണ് എടുത്തേക്കണത് കേട്ടോ. അത് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്, അതിട്ട് കൊടുക്കുക. ഇപ്പം നമുക്ക് ചെറിയ ജീരകമോ അതോ വലിയ ജീരകം ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ വലിയ ജീരകമാണ് എടുത്തേക്കണത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് വെറുതെ ഒന്ന് കറക്കിയെടുത്തതാണ്. അധികം നമുക്ക് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണ്ട. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ വെട്ടി തിളക്കണം കേട്ടോ വെള്ളം. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഒന്ന് ചൂടാറുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചൂടിൽ തന്നെ അത് കുഴച്ചെടുക്കാം. നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ കുഴക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ. വലിയ ഉരുളകളാക്കി വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതുപോലത്തെ ഉരുളകളാക്കി വെക്കല്ല. അപ്പം നമ്മുടെ കൈപ്പത്തിരി ചുട്ടെടുത്താല. ഞാൻ ഇവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് ചട്ടിയിൽ വെച്ച് കൊടുത്ത് ഒന്ന് കൈ ഒന്ന് നനച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. കൈ കൊണ്ടാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇതിനെ കൈപ്പത്തിരി. ഓരോ സ്ഥലത്ത് പല പേരുകളാണ് ഇതിനെ പറയണത്. നമുക്ക് കൈ ഒന്ന് നനച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക. കൈ കൊള്ളാണ്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനിട്ടാ. നമുക്കിതിങ്ങനെ ചെയ്ത് ശീലമായതാണ്. നമ്മൾ കൈ വച്ചിട്ടാണ് മിക്കപ്പോഴും ഇത് ഉണ്ടാക്കുന്നത്. ചട്ടുകൊന്നും ഉപയോഗിക്കാറില്ല. ചെറുതായി ഒന്ന് കുമളച്ച് വന്നാണ്ട. അപ്പം നമുക്കിത് എടുക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കൈപ്പത്തിരി, അതായത് ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ഒറോട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടല്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ കുറച്ച് ചെമ്മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.